ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ച് മഹാരാഷ്ട്രയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വേറെ കാര്യം കൂടി പറയാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. അവിടുത്തെ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ഇമോഷണൽ സീൻസ് ആണല്ലോ, അതുകൊണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പട്ടാമ്പിയിൽ നിന്നാണ് കയറുന്നത്. പട്ടാമ്പിക്ക് പോന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പകുതി പെട്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. മറ്റേതൊക്കെ അവിടുന്ന് ഇമ്മിയും കാക്കും കുട്ടികളും പാടെ വരുന്നുണ്ട്. ഞാനിതിന് കാവിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഇനി എപ്പോഴാണ് ടൈം എന്നറിയില്ല. ഇന്നലെയൊക്കെ ഒരു 4-4:30 ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ആപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മൈ ട്രെയിൻ പറഞ്ഞൊരു ആപ്പിൽ ഞങ്ങൾ നോക്കില്ല. അപ്പോഴേ ഇനിയിപ്പോൾ ഇന്ന് എപ്പോഴാണ് എത്തുകയെന്നൊന്നും അറിയില്ല. ലേറ്റ് ആവാതെ വരികയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മഴയല്ലേ, ലേറ്റ് ആവുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. ഇപ്പോൾ കയറാനായി. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി പട്ടാമ്പി. ഇനി നാളെ വൈകുന്നേരം ഇൻഷാ അല്ലാഹ് മന്മാട നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഉപ്പും മുളകും കൂടി ആണെന്ന് മോനും. ഞങ്ങൾ വലിയ ലേറ്റ് ആവാതെ കറക്റ്റ് ടൈമിന് നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ കിട്ടി കേട്ടോ. അതായത് ട്രെയിന് കിട്ടി. നമ്മൾ കയറിയൊക്കെ സെറ്റായി. ഞാനിന്ന് രാവിലെ പുറത്ത് സാധനം മേടിക്കാൻ പോയപ്പോൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അപ്പോൾ കഴിക്കാൻ എനിക്കൊരു സാവകാശം കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ കുറച്ച് പഴുത്തതായിരുന്നു, കവറിൽ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ട്. അപ്പം ഞാൻ അത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിൽ കഴിക്കുക, ചീത്തയാവാതെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിച്ചു. പിന്നെ ഞാൻ ബീച്ചിൽ പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഈ ഒരു സ്റ്റോറി ബുക്ക് ഞാൻ കുറേ ആയിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിലും നല്ലൊരു അവസരം അത് വായിക്കാൻ എനിക്കിനി കിട്ടുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ഞാനത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വായിച്ചു കേട്ടോ. എന്താ പറയണ? എന്താണ്? ഹിന്ദി പറയില്ലാന്ന്? ഹിന്ദി പറയണ്ട, മലയാളം പറഞ്ഞാൽ മതി. വലാലല്ല, മലയാളം. പിന്നെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മച്ചുവിനൊക്കെ ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോന് പിന്നെ അമ്മയുടെ ഫോണുള്ളതുകൊണ്ട് വേഗം ഫോണ് കളിക്കാൻ തുടങ്ങി. പിന്നെ ഈ 2 കുട്ടികളുണ്ടല്ലോ, പിന്നെ മച്ചുവിനെയും മോനുവിനെയും ബോറടിപ്പിച്ചിട്ടേ ഇല്ല കേട്ടോ. കാരണം അത്രയും അടിപൊളിയായിരുന്നു രണ്ടാളും. കാരണം ഒരു എന്താ പറയുക, നമുക്ക് ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ആൾക്കാർ വിരുന്ന് വന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴും ഓരോ ആൾക്കാർ നമുക്ക് കൂട്ട് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ തൊട്ട് കാണാറുമില്ല, പിന്നെ ഓലുമായിട്ടൊരു കോണ്ടാക്റ്റും ഉണ്ടാകലുമില്ല കേട്ടോ. പക്ഷേ ഇവരെ ഭയങ്കര ഏട്ടനനിയന്മാരാണ് കേട്ടോ. 2 ആൺകുട്ടികൾ മച്ചുവിനെയും മോനുവിനെയും പോലെ തന്നെയാണ് കേട്ടോ. നല്ല വാശി കുറുമ്പൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഓല കൂടെ ഇവർ കൂടി നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു ഫാമിലി വൈബ് കിട്ടിയിട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ പരിപ്പോടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുമ്പോൾ ഞാൻ കാക്കൂനോട് പറയുന്നു, നാട്ടിലിപ്പോൾ ഒരു 1.5 മാസം നമ്മൾ നിന്നിട്ട് ഒരു വട്ടം പോലും നമ്മൾ പരിപ്പോടെയൊന്നും മേടിച്ച് കഴിച്ചില്ലല്ലോ. സത്യമായിട്ടും നമ്മൾ എന്തുകൊണ്ട് കഴിച്ചില്ല? അപ്പോഴാണ് ഞാനത് ചിന്തിച്ചത്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ചുട്ടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് മേടിച്ച് കഴിച്ചിട്ടില്ല. ഇവർ പിന്നെയും ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. ഈ മൂത്ത ആൾ വന്നപ്പോൾ നല്ല കരച്ചിലും സങ്കടത്തിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോരുന്നത്. പിന്നെ പെര കൂടെ കൂടിയപ്പോൾ അവൻ്റെ സങ്കടവും മാറിയിട്ടോ. പിന്നെ നൈറ്റായി അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. എങ്ങനെയാണ്? ഉറങ്ങാൻ പോവാണ്. എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല, പക്ഷേ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങാതെ രാവിലെ മുതൽ ഇരിക്കാൻ കഴിയുമോ? കുറച്ചട്ടെ. അപ്പം ഞങ്ങൾ ഉറങ്ങുകയാണ്. ഗുഡ് നൈറ്റ് പറഞ്ഞ. ഗുഡ് നൈറ്റ്. നമ്മൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നീക്കുമ്പോൾ. ഉറങ്ങിയോയെന്ന് ചോദിച്ചാൽ ഉറങ്ങിയില്ല എന്ന് ചോദിച്ചാൽ ഉറങ്ങിയില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ബാത്റൂമിൻ്റെ അടുത്തുള്ള ഒരു ബോഗിയായിരുന്നു കേട്ടോ. സോറി, ബോഗിയല്ല, സീറ്റായിരുന്നു. വാതിൽ ഇടയ്ക്ക് തുറക്കുക എല്ലാവരും വന്ന് തുറക്കായിരുന്നു. ആ ഒരു അടയുന്ന ശബ്ദം കാരണം സത്യം പറഞ്ഞാൽ ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ വലിയ കുഴപ്പമുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ മച്ചു ഒരുപാട് നേരം കരയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ 2 കുട്ടികൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അല്ലെ ഇടയ്ക്കിടയ്ക്ക് നീച്ച് ഗെയിം കളിക്കും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെയോ ഉറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ ചായ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുഡിൻ്റെ പാത്രം എന്താ ഇത് ഏതാണ് എങ്ങനെയാക്കാന്ന് അറിയില്ല. ബാഗിലിട്ട് ചപ്പാത്തി ആയില്ലേ? നമുക്കൊരു ഉച്ചവരെ ഓടാനുള്ള ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു രാവിലെ, അത് കഴിച്ചു. പിന്നെ അതാ ചായ ഒരെണ്ണേ മേടിച്ചോളൂ കേട്ടോ. മച്ചുവിന് ചായ അങ്ങോട്ട് കുടിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ മോനുവിന് മേടിച്ച് കൊടുത്തിട്ട് മോനുവിനോട് ലാസ്റ്റ് ഒരു തുള്ളി ആയിക്കഴിഞ്ഞാൽ അവന് കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരെണ്ണേ മേടിച്ചോളൂ കേട്ടോ. മോനും കുടിക്കലൊന്നുമില്ല, പക്ഷേ ഈ ഒരു ചായ ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മോനും കുടിച്ചു കേട്ടോ. പിന്നെ മച്ചുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ഇതൊക്കെ കൂട്ടിയിട്ട് കാക്കുലേശം ചായ മോനും കൊടുത്തു കേട്ടോ. അതിന് പാലൊന്നും ആവില്ല, പക്ഷെ എന്നാലും പാലിൻ്റെ കണ്ടൻറ്റുള്ളതൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ ഒരു വയറുവേദനയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൽ നിന്ന് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ കച്ചവടക്കാരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോന് വേണമെന്നൊക്കെ പറഞ്ഞ് മോനിന് ഒരു പെണ്ണ് മേടിച്ചു കേട്ടോ, വേറെ ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മച്ചുവിന് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിക്കാനുള്ളതാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു അത് കരഞ്ഞപ്പോൾ ഇത് ഓരോ സാധനമാണ്, നമ്മൾ തൊട്ട് കഴിഞ്ഞ പോലെ തല്ലുമെന്ന് പറഞ്ഞപ്പോൾ മോനിന് വേണ്ടാന്ന് പറഞ്ഞു. മച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞു. മൊത്തം അബദ്ധങ്ങളാണല്ലോ ഈ വീഡിയോയിൽ. സത്യം പറഞ്ഞാൽ മറന്നുപോയി എന്തൊക്കെയാണ് നടന്നതെന്ന്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അബദ്ധങ്ങൾ പറയുന്നത്. പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് നേരം പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. മോന് പറയും നമുക്ക് പുറത്തത്തെ കാഴ്ചകൾ കാണാം. അതുപോലെ മോനിൻ്റെ കൂടെ കൂടി പുറത്തത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഗുഹയൊക്കെ വന്നു. മോനിന് ഭയങ്കര എന്താ ഗുഹ വന്നു എന്ന് പറയും. മോനിന് ഭയങ്കര എന്തോ സംഭവമാണ്. ഗുഹയുടെ ഉള്ളിൽ കൂടെ നമ്മൾ പോകാനൊക്കെ പറയും. അപ്പം എന്തായാലും സംഭവമൊക്കെ തന്നെയാണ്. നമുക്കിപ്പോൾ ഇതൊരു വിലയില്ല എന്താണ്, നമ്മുടെ കാലത്ത് നമുക്കിതൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ പിന്നെ മൊത്തം തള്ള വൈബൊക്കെ ആയി. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒരു വൈബായിട്ട് തോന്നുന്നു. നമ്മൾ പോകുമ്പോൾ വേറെ എറണാകുളത്ത് പോയി സമുദ്രമാണ് നിൽക്കുന്നത്. പുഴ കാണാൻ കിട്ടിയിട്ടില്ല. തോണി കേട്ടോ. പിന്നെ അതാ നമ്മുടെ ഉച്ചക്കുള്ള ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിൽ തന്നെയാണ് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇപ്പം കൂടി നാട്ടിൽ പോകുമ്പോൾ തോന്നുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. വെജ് താലി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്താ പറയുക, നമ്മുടെ പനീറിൻ്റെ ഒരു സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്താ പറയുക, നമ്മുടെ പച്ചപ്പട്ടാണി ഉണ്ടല്ലോ, എന്താ ഗ്രീൻ പീസിൻ്റെ കറി. പിന്നെ എന്തായിരുന്നു, റൊട്ടി ഉണ്ടായിരുന്നു 2 എണ്ണം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ കാക്കുനോട് പറഞ്ഞു നല്ല അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞിട്ട് കാക്കുനോട് ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ മേടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ചിക്കൻ ബിരിയാണി മറ്റേ മുട്ട ബിരിയാണിയൊക്കെ നമ്മൾ കഴിച്ചു നോക്കിയാണ്. ഇന്നും അരിയൊന്നും വേവാത്ത അരിയേക്കാരം. അപ്പോൾ പിന്നെ നമ്മൾ ഇത് മേടിച്ചു. പിന്നെ നമുക്ക് വേറൊരു സ്റ്റോപ്പ് ചെയ്ത്, അപ്പോൾ സ്റ്റോപ്പ് സത്യം പറഞ്ഞാൽ എനിക്കത് ഓർമ്മ ഇല്ല. നമ്മൾ ആ സ്റ്റോപ്പിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡ് കിട്ടലുണ്ട് കേട്ടോ. അവിടുന്ന് 2 നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ല അടിപൊളി ഫുഡേക്കാരം. അപ്പോൾ നമുക്കിത് പോരെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടേക്ക് നമ്മളൊരു 4 മണിയൊക്കെ ആയിട്ട് എത്തിയത്. അപ്പോൾ കുട്ടികൾക്ക് വിശക്കുമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതായിരുന്നു. ഒന്നും പറയാനില്ല, ഭയങ്കര മോശമായിരുന്നു. ഞാനിപ്പോൾ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അത് പറഞ്ഞു. അപ്പോൾ അന്ന് പോകുമ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഒരു 10% പോലും ഇത് ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. വേവില്ലാത്ത അരി, ഉപ്പും മുളകും എരിയും ഒന്നും ഇല്ലാത്തൊരു 3-4 കറി. അപ്പോൾ കാക്കു പറയായിരുന്നു ട്രെയിനിൽ ഒരുപാട് ആൾക്കാരില്ലേ പ്രഷറും ഷുഗറൊക്കെ ഉള്ളവർ, അതുകൊണ്ടാണ്.
പിന്നെ ഇമ്മ ഉള്ളതുകൊണ്ട് ഉമ്മയുടെ ഫോണ് ഒഴിഞ്ഞാണ് കൊടുത്തിരിക്കുന്നു. മച്ചോനും മോനുവിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഓല് ഉപയോഗിക്കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തില്ല കേട്ടോ. നമ്മുടെ ഫോൺ നമ്മളെന്തായാലും കൊടുക്കില്ലല്ലോ, നമുക്ക് തന്നെ കളിക്കാണ്ടാവും ഇഷ്ടം പോലെ. അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഓലങ്ങനെ എൻ്റർടൈൻ ചെയ്ത് പോയി. പിന്നെ അതാ ഈ 2 കുട്ടികൾ അവരിറങ്ങാനായിട്ടോ. അവരിറങ്ങാനായപ്പം മോനുവിന് പിന്നെയും സങ്കടമായാലും തുടങ്ങി. കാരണം മോനുവിൻ്റെ കമ്പനി വിട്ട് പോവുമല്ലേ. പിന്നെ അവരിറങ്ങേണ്ട നേരത്ത് പിന്നെയും രണ്ടാമത് തിരിച്ചു വന്നിട്ട് നമ്പറൊക്കെ ചോദിച്ചു പോയിട്ടോ. അതിൽ നമ്മളെക്കാളും 2-3 സ്റ്റോപ്പ് കല്യാണം പറയും അവിടെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ ഓലൊക്കെ പോയേക്ക് പിന്നെ മച്ചൂന് പിന്നെ ആളില്ലാതെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതുവരെ ആയിട്ട് വണ്ടിയിൽ നിന്ന് ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല. ഒന്നും അങ്ങനെ മേടിക്കലില്ല. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഇതൊക്കെ കേക്ക് അതുപോലെ മുട്ടായി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അതൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ കളിപ്പെട്ടിട്ട് മറ്റേ ഈ മറ്റേ വെള്ളം കൊണ്ടൊന്നും വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം കൊണ്ടൊക്കെ വരുന്ന ആൾക്കാരെ കണ്ടപ്പോൾ പിന്നെ അവന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മേടിച്ചു. പിന്നെ അതാ നമ്മൾ പിന്നെ ഒന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മന്മാട് ഇറങ്ങി പിന്നെ നമ്മൾ ബസ്സിൽ കയറിയിട്ടോ. കാരണം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറിയ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ കാക്കൂൻ്റെ മണ്ടക്കെല്ലാം മേട്ടം കിട്ടും. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ വണ്ടി ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ടു. അവിടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ അതുപോലെ തന്നെ ബാത്റൂം പോകാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നഗർക്ക് പോണ വണ്ടിയാണ്. പിന്നെ എവിടെയും നിർത്തൂലാന്ന്. പിന്നെ സത്യം പറഞ്ഞാൽ നല്ല യാത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾ കഞ്ഞൂർ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം നല്ല ഒഴിഞ്ഞ നല്ല ആളില്ലാത്തൊരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ട് നല്ല സുഖമുണ്ടായിരുന്നു പോകുമ്പോൾ. പിന്നെ കാക്കു വരും മച്ചുനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പേസിയിൽ ഇരുന്ന് കാരണം നല്ലോണം ജലദോഷവും പിടിച്ചു. അപ്പോൾ ഞാൻ പോയില്ല മഴച്ചാറ്റിലുള്ളത് കാരണം. പിന്നെ ഇമ്മി അനിയനാണ് കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനും ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതാ ഈ വീലൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നമ്മളെ നാട്ടിൽ വീലില്ല തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അറിയില്ല. ഈ സംഭവമാണ്, പക്ഷെ അത് വേറെ സ്പൈസി കണ്ടിട്ട്. അതിൻ്റെ എപ്പോഴും നാളെ രാവിലെ 3 സ്കൂളുണ്ട്. പ്രശ്നമാണ്. അപ്പം അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.